അസ്സലാമു അലൈക്കും. ഹായ്, നമസ്കാരം. റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അയൽവാസിയുടെ മുഖത്ത് കറുത്ത പാടുകളും കുറച്ച് ഏജ് ആയ പോലെയാണ് കേട്ടോ. പറഞ്ഞാൽ അവരുടെ ശരിക്കുള്ള വയസ്സിൽ നിന്ന് കുറച്ച് ഏജ് ആയ പോലെയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ അവർ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. കാര്യം ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത്. അതിൻ്റെ സൂത്രം എന്താണെന്നാണ് നമ്മുടെ ഈ വീഡിയോയിൽ സ്കിപ്പ് ചെയ്ത് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ മുഖത്ത് കുറച്ച് കറുപ്പ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റണമല്ലോ, അവരെ തന്നെ ശരണം. കാരണം നമുക്ക് കെമിക്കൽസ് ഒന്നും പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു തന്ന കുറച്ച് ഐറ്റംസാണ് പപ്പായ ഇല, അലോവേര ഇല, പിന്നെ ഒരു അരക്കഷ്ണം നാരങ്ങ. പപ്പായ ഇല മുറിച്ചിടുക, അലോവേരയുടെ ആ ജെല്ലെടുക്കുക, പൾപ്പ് എടുക്കുക, പിന്നെ നാരങ്ങയുടെ നീരും നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് നന്നായിട്ടൊന്ന് നല്ലൊരു തുണിയിൽ നമുക്കത് അരിച്ചെടുക്കണം. അതിൻ്റെ നീര് മാത്രം മതി, ഈ കുരു ഒന്നും വേണ്ട കേട്ടോ. ഞാൻ 2 ദിവസമായിട്ടിത് യൂസ് ചെയ്യുന്നു. നല്ല മാറ്റം തോന്നിയിട്ടോ. അതുകൊണ്ടാണ് വീഡിയോയിലൂടെ നമുക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് ആവശ്യമുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവല്ലോ. അപ്പോൾ നമുക്ക് അറിയുന്ന നല്ല കാര്യം മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ അടുത്ത വീഡിയോ കൂടി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് വാസ്ലിൻ കൂടി മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് ഡ്രൈ സ്കിന്നിനായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതുപോലെ എണ്ണമയമുള്ള സ്കിന്നിന് വേറെ ഒന്ന് പറയാം. ആദ്യം നമുക്ക് ഇതുണ്ടാക്കാം കേട്ടോ. അപ്പോൾ അലോവേരയുടെ ആ പൾപ്പ് നമുക്ക് നന്നായിട്ട് എടുത്തതിന് ശേഷം കണ്ടില്ല, മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. വൃത്തിയുള്ള ഒരു നല്ലൊരു കോട്ടൻ്റെ തുണിയായിരിക്കും നല്ലത്. ഞാനിവിടെ തോർത്താണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലോട്ട് നമുക്കിത് പാർന്നിട്ട് നന്നായിട്ട് വെള്ളം മാത്രം മതി, അതിൻ്റെ നീര് മാത്രം മതി. നമുക്ക് നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞാൽ നല്ലോണം അതിൻ്റെ നീര് കിട്ടും. വേണമെങ്കിൽ ഇത് അങ്ങനെ തന്നെ നമുക്ക് മുഖത്ത് തേക്കാം. പക്ഷേ ഇതിൻ്റെ കൂടെ ഡ്രൈ സ്കിന്നാണെങ്കിൽ കുറച്ചൊരു വാസ്ലിൻ കൂടെ, ഒരു ടീസ്പൂൺ വാസ്ലിൻ ഉരുക്കിയിട്ട് അതും കൂടിയാണ്. അവരുടേത് ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഞാനും ആദ്യം വിചാരിച്ചു എൻ്റേത് ഓയിലി ആയിരിക്കും എന്നൊക്കെയായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായി എൻ്റെയും ഡ്രൈ ആണ്. അതുകൊണ്ട് ഞാനിവിടെ വാസ്ലിൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ വാസ്ലിൻ ഒരു നല്ല പാത്രത്തിലോട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിൽ അതൊന്ന് ഉരുക്കിയെടുക്കുക. എന്താണെന്ന് വെച്ചാൽ വാസ്ലിനും ആ തണുത്തതല്ല, അരച്ചെടുത്ത നീര്, അത് മിക്സ് ആവാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമുക്ക് ഉരുക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. എങ്കിലും കുറച്ചൊക്കെ ബാക്കി കിടപ്പുണ്ടാവും. അത് സാരമില്ല. നമുക്ക് നീര് ആദ്യം മുഖത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് മുഖം കഴുകണം കേട്ടോ ആദ്യം. അതും രാത്രി വേണം അത് യൂസ് ചെയ്യാൻ, പകൽ പാടില്ല. രാത്രി നന്നായിട്ട് മുഖം കഴുകിയതിന് ശേഷം ഒരു തോർത്ത് കൊണ്ട് ഒപ്പിയിട്ട് അല്ലെങ്കിൽ ടവൽ കൊണ്ട് ഒപ്പിയതിന് ശേഷം ആദ്യം ആ നീര് തേച്ച് വിടാം. അതിന് ശേഷം ആ വാസ്ലിനും നീരും മിക്സ് ആയതും കൂടി മേലോട്ട് ആക്കിയിട്ട് ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് കടലമാവ് വെച്ചിട്ടോ എങ്ങനെയാണ് നിങ്ങൾ മുഖം കഴുകുന്നത് അതുപോലെ കഴുകി കളയാവുന്നേ ഉള്ളൂ. ഇനി എണ്ണമയമുള്ള ചർമ്മത്തിന്, അതായത് ഓയിലി സ്കിന്നിന് ഇതോടൊപ്പം കടലപ്പൊടിയോ ഹണി തേനോ മിക്സ് ചെയ്തിട്ട് തേക്കാം, അല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്തിട്ടും തേക്കാവുന്നേ ഉള്ളൂ. അതും ഇങ്ങനെ തന്നെ 10-20 മിനിറ്റോളം വെയിറ്റ് ചെയ്തതിന് ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം നന്നായിട്ട് കഴുകുക. ഇത് മെലാസ്മ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അങ്ങനെ കറുത്ത പാടുകൾ ഉള്ളവർക്കൊക്കെ യൂസ്ഫുള്ളാണ് കേട്ടോ. എനിക്ക് നല്ല യൂസ്ഫുള്ളാണെന്നാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരാഴ്ച ഇത് കണ്ടിന്യൂസ്ലി തേക്കുക, പിന്നെ ആഴ്ചയിൽ ഒരു വട്ടം. നമ്മുടെ കൊച്ചു വീഡിയോ നിർത്തുകയാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും. അസ്സലാമു അലൈക്കും, നമസ്കാരം, ബായ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.